ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ചായ തിളയ്ക്കുമ്പോഴത്തേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. നല്ല ടേസ്റ്റാണ് ഈ സ്നാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനുവേണ്ടി നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് 2 ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലുള്ളൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ആദ്യം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ചേർക്കാം. മല്ലിയില ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. വലിയ സവാളയാണെങ്കിൽ സവാളയുടെ പകുതി ചേർത്താൽ മതിയാകും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചതെന്നുണ്ടെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിൽ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് വേണ്ട ഷേപ്പാക്കി എടുക്കാം. ഏത് ഷേപ്പിലാണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലേക്ക് ഇതാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാം ആദ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേപ്പാണ് കേട്ടോ അത്. ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കഴിയും. അതല്ല നമുക്ക് ഹാർട്ട് ഷേപ്പൊക്കെ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ചെയ്തെടുക്കാം. അത് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇതുണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ കുക്കി കട്ടറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. പിന്നെ അതുപോലെ 2 ടീസ്പൂൺ കോൺഫ്ലോർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഈ കോൺഫ്ലോറിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതുപോലെ ഷേപ്പാക്കി വെച്ച് ഓരോന്നെടുത്ത് ഇതുപോലെ ആദ്യം കോൺഫ്ലോറിൻ്റെ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇത് ഒരുമിച്ച് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാനുള്ള ഓയിൽ വെച്ച് ചൂടാക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഫ്ലെയിം ഒരുപാട് കുറച്ച് വെക്കരുത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എണ്ണ ഒരുപാട് കുടിക്കും. അതുകൊണ്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് വറുത്തെടുക്കാം. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇപ്പോൾ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒട്ടും എണ്ണ ഒന്നും കുടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്